ഇപ്പോൾ നമ്മുടെ ഒബീസിറ്റിയെ പറ്റി സംസാരിക്കുമ്പം എപ്പോഴും എന്നെപ്പോലെയുള്ള ആളുകൾ തിരിച്ചു പോയി ചോദിക്കുന്നൊരു മറുപടി, ഷീലയെ കണ്ടിട്ടില്ലേ, ജയഭാരതിയെ കണ്ടിട്ടില്ലേ, നമ്മളുടെ ഒരു ഫിസിക്ക് പണ്ട് മുതലേ നമ്മളൊരു പ്ലംപി സൈഡിലുള്ള ആളുകളാണല്ലോ, ഈ സീറോ ഫിഗറൊക്കെ പിന്നീട് വന്നതാണല്ലോ എന്ന്. അപ്പോൾ ഈ ഒബീസിറ്റി ആസ്പെക്റ്റിൽ രോഗം വരാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഡോക്ടർ എങ്ങനെയാണ് അതിന് ഒരു എക്സ്പ്ലനേഷൻ തരിക? നേരത്തെ പറഞ്ഞ ആക്ടേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അത് നമ്മൾ മനസ്സിൽ നേടിയെടുത്തൊരു എക്സ്ക്യൂസാണ്. അവർക്കങ്ങനെ ആണല്ലോ, അതുകൊണ്ട് എനിക്കും മോശമില്ലല്ലോ എന്നുള്ളത് മനസ്സിൽ അവരൊരു പോപ്പുലർ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയതുകൊണ്ട് നമ്മൾ സെലിബ്രിറ്റിക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക്, പക്ഷേ നമുക്കും കുഴപ്പമാണ്, സെലിബ്രിറ്റിക്കും അത് കുഴപ്പം തന്നെയാണ്. അപ്പോൾ ഒബീസിറ്റി എന്ന് പറയുന്നൊരു ഒരു ഒരു മഹാവ്യാധിയായിട്ട് നമ്മുടെ രാജ്യത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. പണ്ട് നമ്മൾ റേഡിയോ തുറന്നു കഴിഞ്ഞാൽ ഈ മാൽനറിഷ്മെൻറ്റ് അങ്ങനെയുള്ള സാധനത്തിനെ പറ്റിയായിരുന്നു കൂടുതൽ, മാൽന്യൂട്രീഷനെ പറ്റിയായിരുന്നു കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെ കേൾക്കുന്നുണ്ടോ? ഒബീസിറ്റിയാണ് കൂടുതൽ. അപ്പം നമുക്ക് വന്ന ഈ ഒരു മാറ്റം ഒരുപക്ഷെ നമ്മുടെ സാമ്രാജ്യത്വമൊക്കെ കടന്നുകൂടിയത് കൊണ്ടുള്ള മാറ്റമായിരിക്കാം, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ കടന്നുകൂടിയത് കൊണ്ടുള്ള മാറ്റമായിരിക്കാം. പക്ഷേ ആ മാറ്റം നമ്മുടെ ആരോഗ്യത്തെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പം ഒബീസിറ്റി എന്ന് പറയുന്നത് കേവലം ഒരു ആകൃതിയിലോ അല്ലെങ്കിൽ ആകാരത്തിലോ ഉണ്ടാകുന്ന വ്യത്യാസം മാത്രമല്ല, നമ്മൾ ഒരാളെ കാണുമ്പോൾ ഉള്ള ഒരു വൈകൃത ആണെന്ന് നമുക്ക് തോന്നുന്നതല്ല. ശരിക്കും എന്ന് പറഞ്ഞാൽ ഒബീസിറ്റി വളരെ മാരകമായിട്ടുള്ളൊരു അസുഖമാണ്. ഇത് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഉണ്ടാക്കാം, പ്രമേഹം ഉണ്ടാക്കാം, ക്യാൻസർ ഉണ്ടാക്കാം, ജോയിൻറ്റ് പെയിൻ ഉണ്ടാക്കാം, സ്ലീപ്പ് അപ്നിയ ഉണ്ടാക്കാം, കൊളസ്ട്രോളിൻ്റെ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാത്ത സാധനങ്ങളൊന്നും ഈ ഒബീസിറ്റി ഉണ്ട്. അങ്ങനെയാണ് ഈ ഒബീസിറ്റി എന്ന് പറയുന്ന ഒരു പ്രൈമറി ഡിസീസാണെന്നും ആ ഡിസീസിനെ ഡിസീസായിട്ട് തന്നെ ചികിത്സിക്കണമെന്നും WHO തന്നെ പറയുന്നത്. WHO പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഏഷ്യൻ പോപ്പുലേഷൻ വ്യത്യാസം എന്താണ്? ഏഷ്യൻ പോപ്പുലേഷൻ ട്രങ്കൽ ഒബീസിറ്റി കൂടുതലാണ്. നമ്മളൊരു വെസ്റ്റേൺ പോപ്പുലേഷൻ എടുത്ത് നോക്കുക, അവർക്ക് ഹൈറ്റും ഉണ്ടാവും വെയ്റ്റും ഉണ്ടാവും. ഈ അതേ വെയ്റ്റ് നമ്മുടെ ഏഷ്യയിലുള്ളവർക്കാണെങ്കിൽ ആ ട്രങ്കിലോട്ടായിരിക്കും കൂടുതൽ ഇരിക്കുന്നത്. അബ്ഡോമിനൽ ഒബീസിറ്റിയും ട്രങ്കൽ ഒബീസിറ്റിയാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അങ്ങനെയുള്ള ഒബീസിറ്റി കൂടുതൽ ഡേഞ്ചറസ് ആണ്. ആ ഒബീസിറ്റി അതിനകത്തൊക്കെ ഹോർമോൺസും കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് കൂടുതൽ ഡേഞ്ചറസ് ആവുകയും നേരത്തെ പറഞ്ഞ അസുഖങ്ങൾക്ക് വരാനുള്ള സാധ്യതകൾ കൂട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഏഷ്യൻ പോപ്പുലേഷനിൽ 32.5 എന്ന BMI കട്ട് ഓഫ് ആണ് വെച്ചിരിക്കുന്നത് വിത്ത് 2 കോമോബിഡിറ്റീസ് നേരത്തെ പറഞ്ഞ 2 കോമോബിഡിറ്റി. അത് ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ആക്ഷൻ എടുക്കണമെന്നും സർജിക്കൽ ആക്ഷൻ എടുക്കണമെന്നാണ് WHO പറയുന്നത്.